നമസ്കാരം. നിലമ്പൂരിൽ വോട്ടെടുപ്പാണ്. നിലമ്പൂരോട്ട് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ചിഹ്നം ഇന്ന് എത്തി നിൽക്കുന്നത് എടക്കരയിൽ ഇതാ മൂന്ന് മുന്നണികളെ പ്രതികരിച്ചുകൊണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഒപ്പം സമ്പുഷ്ടമായൊരു സദസ്സുമുണ്ട്. ഇവിടുത്തെ രാഷ്ട്രീയ ചർച്ച എങ്ങനെയാണ്, വികസന ചർച്ച എങ്ങനെയാണ്, ഇന്നത്തെ ഉൾപ്പെടെ വിവാദങ്ങളിൽ എന്തായിരിക്കും ഇവിടുത്തെ ആളുകളുടെ പ്രതികരണം, വോട്ടർമാരുടെ പ്രതികരണം, അത് നമ്മൾ അറിയാൻ പോകുന്നു. ഹാരിസ് മുതൂർ യൂത്ത് കോൺഗ്രസിൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റാണ്. നമുക്കൊപ്പം UDF ഒപ്പമുണ്ട്. ഒപ്പം വി വസീഫ്, എല്ലാവർക്കും സുപരിതൻ, സംസ്ഥാന നേതാവ്, DYFയുടെ സംസ്ഥാന പ്രസിഡന്റുണ്ട്. ഗിരീഷ് മേക്കാട്ട്, അദ്ദേഹം BDSന്റെ സ്ഥാനാർത്ഥിയാണ്. നിലമ്പൂരുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും ഗിരീഷ് മേക്കാട്ടിൻ്റെ പേരിനൊരു പ്രത്യേകത ഉള്ളത്, ഇവിടുത്തെ ഏറ്റവും മെച്ചപ്പെട്ട NDAയുടെ പ്രകടനം 2016-ൽ ഗിരീഷ് മേക്കാട്ട് മത്സരിക്കുമ്പോഴായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ LDFൻ്റെയും NDAയുടെയും സ്ഥാനാർത്ഥിയായിട്ട് ഒരു പക്ഷേ BDSന്റെ സ്ഥാനാർത്ഥി വരെയുള്ള സാധ്യമൊക്കെ നിൽക്കുകയാണ്. ആദ്യം എനിക്ക് തോന്നുന്നു വസീഫിൽ നിന്ന് തുടങ്ങാം. വസീഫ്, നിങ്ങളുടെ സിറ്റിംഗ് സീറ്റാണ്. സിറ്റിംഗ് സീറ്റിലെ മത്സരം, അതിലെ വിജയമാണ് കഴിഞ്ഞ കുറച്ചു കാലമായുള്ള ഉപതെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം. ഇപ്പോൾ LDF വിജയിച്ച ചേലക്കരയിൽ LDF തന്നെ വിജയിക്കുന്നു, പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലുമൊക്കെ UDF വിജയിക്കുന്നു. സിറ്റിംഗ് സീറ്റുകളിൽ LDFനോ UDFനോ നഷ്ടമുണ്ടാകുന്നില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം, സിറ്റിംഗ് MLA ഇപ്പോൾ നിങ്ങൾക്കൊപ്പമില്ല. അപ്പോൾ സിറ്റിംഗ് സീറ്റിൽ എത്രത്തോളം രാഷ്ട്രീയമായ മത്സരമാണ് സിറ്റിംഗ് MLA ഒപ്പമില്ലാത്തത്, അത് ബാധിക്കുമോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് തെരഞ്ഞെടുപ്പായാലും, അത് സിറ്റിംഗ് ആവട്ടെ, സിറ്റിംഗ് അല്ലാത്തതാവട്ടെ, പഞ്ചായത്താവട്ടെ, ലോകസഭയാവട്ടെ, ഞങ്ങളെല്ലാ തെരഞ്ഞെടുപ്പും രാഷ്ട്രീയമായിട്ട് ജനങ്ങളെ സമീപിക്കാനാണ് ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആ സാഹചര്യമാണ് ഉപയോഗപ്പെടുത്തുക. രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നവരാണ് ഞങ്ങൾ. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഇവിടെയും അങ്ങനെ തന്നെ ചുറ്റിപ്പറ്റിയായിരുന്നു. അതുകൊണ്ടാണ് അത് രാഷ്ട്രീയമായ തിരിച്ചടിയാകുമോ? അത് ഞങ്ങളല്ല സത്യത്തിൽ ചർച്ച ചെയ്യുന്നത്, അത് നിങ്ങളാ ചർച്ച ചെയ്യുന്നത്. ഇന്നും നിങ്ങൾ പിന്നാലെ പോയി അദ്ദേഹത്തോട് ചോദിക്കുകയും അദ്ദേഹത്തോട് പറയുകയും ഒക്കെ ചെയ്യുക. ഞങ്ങൾ അതിനെക്കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത്. ഞങ്ങൾ അൻവർ വരട്ടെ, മറ്റാരെങ്കിലും വരട്ടെ, ഇവരല്ല. ഇപ്പോൾ ഗോവിന്ദമാഷ് തന്നെ പറഞ്ഞു, നിങ്ങൾ കേട്ടു, മടവിൽ സഖ്യമാണ് ഞങ്ങൾക്കെതിരെ മത്സരിക്കുന്നത്. ആവട്ടെ, ഞങ്ങൾ അതിനെയും മറികടക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 33-34 വർഷം ബന്ധപ്പെട്ട ചർച്ചകൾ നിങ്ങൾക്കിപ്പോൾ ഗുണകരമായി എന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. നമുക്ക് തുടർന്നോളൂ. ഞങ്ങൾക്ക് അതിനേക്കാൾ വലിയ ഗുണം ഇവിടെ ഉണ്ടെന്നേ. ഇവിടെ ഈ മണ്ഡലത്തിൽ 34 വർഷക്കാലം ഒരു ആര്യാടൻ യുഗമായിരുന്നു. അതിനെ മറികടന്നാണ് ഇടതുപക്ഷം ഇവിടെ ജയിക്കുന്നത്. കഴിഞ്ഞ 9 വർഷക്കാലയളവിൽ ഈ മണ്ഡലത്തിനകത്ത് ചെയ്ത വികസന പ്രവർത്തനങ്ങളുണ്ട്. അത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി ഒരു MLA ഈ മണ്ഡലത്തിൽ ഉണ്ടായപ്പോൾ ഉണ്ടായ വികസന പ്രവർത്തനങ്ങളാണ്. ആ വികസന പ്രവർത്തനങ്ങളെ ഉയർത്തിക്കാണിച്ച് ആ വികസന പ്രവർത്തനങ്ങൾ തുടരുന്നതിന് വേണ്ടി ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന, ഇനി കുറഞ്ഞ നാളുകൾ മാത്രമേ ഉള്ളൂ ഈ MLA ജയിച്ചു വന്നാലുള്ള സമയം വളരെ ചുരുക്കമാണ്. ആ കാലയളവിൽ ഈ മണ്ഡലത്തോടൊപ്പം നിൽക്കുന്ന, കേരളത്തിൻ്റെ ഇടതുപക്ഷത്തോട് ഭരണമുന്നണിയോടൊപ്പം നിൽക്കുന്ന ഒരു MLA ഉണ്ടായാൽ അത് ഈ നാടിനാണ് ഗുണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ വികസന കാര്യങ്ങളിൽ ഈ നാടിനോട് പറയുന്നത്. ഇവിടെ ഞങ്ങൾ ചെയ്തു വെച്ച കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ MLA ഇല്ലാതിരുന്ന സമയത്താണ് 272 കോടി രൂപ ബൈപ്പാസിന് പണമായി വന്നത്. അന്ന് ഒരു MLA പോലും ഇല്ലാഞ്ഞിട്ടും ഈ മണ്ഡലത്തിന് 272 കോടി രൂപ കൊടുക്കാൻ തയ്യാറായി ഇടതുപക്ഷ ഗവൺമെൻറ്. അങ്ങനെയുള്ളൊരു ഗവൺമെൻറ് ഇവിടെ ഉള്ള സമയത്ത് ആ ഗവൺമെൻറ്റിനോട് എളുപ്പത്തിൽ കാര്യങ്ങൾ സംസാരിക്കാനും ഇടപെടാനും പറ്റുന്ന ഒരു MLA ഉണ്ടായാൽ അത് ഈ നാടിനാണ് ഗുണം. അത് ഞങ്ങൾ ഈ നാടിനോട് പറയും. ഈ നാട് ഞങ്ങളോടൊപ്പം നിൽക്കും. മറ്റൊന്ന്, മതനിരപേക്ഷതയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം. മതനിരപേക്ഷതയും വർഗീയതക്കെതിരെയുള്ള ശക്തമായ നിലപാടും അതെല്ലാ കാലത്തും ഉയർത്തിപ്പിടിക്കുന്നതാണ് ഇടതുപക്ഷത്തിൻ്റെ മുഖമുദ്ര. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു സംശയവുമില്ല, ഈ നാടും ഈ നാട്ടിലെ ജനങ്ങളും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും. അതിൽ മറ്റേത് കുറുമുന്നണി വന്നാലും, ആരെ കൂട്ടി വന്നാലും ഞങ്ങൾ അതിനെ ഒന്നും ഭയക്കുന്നില്ല. ഞങ്ങൾക്കൊരു പ്രയാസവുമില്ല. ഞങ്ങൾ ജനങ്ങളോട് ഞങ്ങളുടെ കാര്യങ്ങൾ പറയും, ഞങ്ങളുടെ അജണ്ടകളെക്കുറിച്ച് സംസാരിക്കും, തുറന്ന് സംസാരിക്കും. ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കും എന്നാണ് ഞങ്ങളുടെ. ഇതാണ് ആമുഖമായി വസീഫിന്, LDFന് ഇന്നത്തെ ഉൾപ്പെടെ രാഷ്ട്രീയ ഡെവലപ്മെന്റ്സിൽ നിലപാടായി വിശദീകരിക്കാനുള്ളത്. UDFന്റെ ക്യാമ്പ് വല്ലാതെ മ്ലാനമായി പോകുന്നുണ്ടോ എന്നത് പുറത്തു നിന്നുള്ള ഒരു കാഴ്ചക്കാരൻ എന്ന നിലയിലെ ചോദ്യമാണ്. കാരണം ഈ അൻവറിനെ കൈകാര്യം ചെയ്യുന്നത് നല്ല അർത്ഥത്തിൽ കൈകാര്യം ചെയ്യുന്നതിൽ നിങ്ങൾക്ക് വീഴ്ച പറ്റിപ്പോയി എന്നൊരു ഫീൽ നിലമ്പൂർ മണ്ഡലത്തിലുണ്ടോ? ഇപ്പോൾ അക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വമൊക്കെയാണ് തീരുമാനമെടുക്കുന്നത്. അത്തരം പ്രതികരണങ്ങളൊക്കെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗത്ത് വരുന്നുണ്ട്. ഇപ്പോൾ താങ്കൾ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റാണ്. മലപ്പുറത്ത് അത് എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്? ആദ്യം ഉണ്ടായിരുന്നൊരു ആത്മവിശ്വാസത്തിൽ കുറവുണ്ടാക്കിയിട്ടുണ്ടോ PV അൻവറുമായി ബന്ധപ്പെട്ട ഈ വിവാദങ്ങൾ? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ക്യാമ്പ് വലിയ ആവേശത്തിലാണ്. ഞങ്ങൾ ദൂരം ഞങ്ങളുടെ പ്രവർത്തനത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. UDFനെ സംബന്ധിച്ച് ശ്രീ പിണറായി വിജയൻ്റെ ദുർഭരണത്തിൻ്റെ അപായമണി മുഴക്കാൻ നിലമ്പൂർക്കാർക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്.
പ്രിയപ്പെട്ട വസീഫ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ഈ നിലമ്പൂരിലൂടെ ഒഴുകുന്ന ചാലിയാർ പുഴക്കകത്ത് ഈ മഴവെള്ളപ്പാച്ചിലിൽ ഒഴുകി വരുന്ന ഒരു തേങ്ങയെ ചൂണ്ടി ഇതാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് പറയാനുള്ള ഗതികേട് പോലും ഇല്ലാത്ത സ്ഥിതിയിൽ വലിയ കയത്തിൽ മുങ്ങിത്തപ്പിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഒരു കാര്യം കൂടി പറയട്ടെ, ഇന്ന് നമ്മുടെ രാജ്യത്ത് 2 തരത്തിലുള്ള തെരച്ചിലുകളാണ് നടക്കുന്നത്. ഒന്ന്, എനിക്കും നിങ്ങൾക്കും അറിയാം, പെഹൽഗാമിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ വെടിവെച്ച് കൊന്ന തീവ്രവാദികൾക്കുള്ള തെരച്ചിൽ നടക്കുമ്പോൾ മറ്റൊരു തെരച്ചിൽ, രണ്ടാമത്തെ ഒരു തെരച്ചിൽ എന്ന് പറയുന്നത് കാശ്മീരാണെങ്കിൽ ഇങ്ങ് നിലമ്പൂരിലെ CPM ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി നടത്തുന്ന വലിയതായ ഒരു തെരച്ചിലാണ്. ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല, ഞങ്ങളുടെ ക്യാമ്പ് വലിയ കോൺഫിഡൻസിലാണെന്ന് പറയാൻ കാരണം, ഞങ്ങൾക്ക് മുന്നേ ഞാൻ സൂചിപ്പിച്ചതുപോലെ സ്ഥാനാർത്ഥിയായി, ഞങ്ങൾക്ക് നല്ല ചിഹ്നമായി, ഞങ്ങളുടെ ബൂത്ത് കൺവെൻഷനുകൾ നടന്നു കഴിഞ്ഞു, ഞങ്ങളുടെ നേതാക്കന്മാർ ഇവിടെ ക്യാമ്പ് കഴിഞ്ഞു, ഒരു അസ്വാരസ്യവും ഇല്ലാതെ കൃത്യമായ പ്രവർത്തനത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു എന്നാ. ഒരു കാര്യം കൂടി പറഞ്ഞാൽ ഞാൻ ആ ഫസ്റ്റ് സ്റ്റെപ്പ് അവസാനിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട വസീമിനോട്, അല്ലെങ്കിൽ ഇതുവരെ സ്ഥാനാർത്ഥി കിട്ടാത്ത 2 മുന്നണികളോടും വളരെ വിനയത്തോട് ചോദിക്കട്ടെ, നിങ്ങൾ തമ്മിലുള്ള അന്തർധാര ഒന്ന് സജീവമാക്കി നിങ്ങൾക്ക് 2 പേർക്കും ഒരു സ്ഥാനാർത്ഥിയാക്കിക്കൂടെ? അതല്ല ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പിലും അതല്ല നടക്കുന്നത്. പിന്നെ എന്തിനാണ് നിങ്ങൾ 2 പേരും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ, ജനങ്ങളെ കബളിപ്പിക്കാൻ 2 സ്ഥാനാർത്ഥി എന്തിനാ? പ്രാഥമികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതാണ് ഈ ദിവസങ്ങൾ. ഇപ്പോൾ പ്രചാരണം തുടങ്ങുന്നതല്ലേ ഉള്ളൂ. ഒരുപക്ഷെ ഈ ദിവസങ്ങൾ 1-2 ദിവസം കൊണ്ട് ഈ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട വാദങ്ങളൊക്കെ അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ശ്രീ ഗിരീഷ് മേക്കാട്ട്, താങ്കൾ മത്സരിച്ച 2016 BDJSന്റെ അക്കൗണ്ടിൽ, NDAയുടെ അക്കൗണ്ടിൽ നിലമ്പൂരിലൊരു ബെറ്റർ പെർഫോമൻസ് എന്ന് പറയാൻ കഴിയുന്ന തരത്തിൽ ആളുകൾ സ്വീകരിച്ചത്. എന്നാൽ അത് വലിയ സംസ്ഥാനത്തെ മറ്റ് BJP നേട്ടമുണ്ടാക്കിയ, NDA നേട്ടമുണ്ടാക്കിയ മണ്ഡലങ്ങളുമായി തട്ടിച്ചു അത്ര വലിയ വോട്ടല്ല. എങ്കിലും നിലമ്പൂരിൽ പിന്നീട് 2021 വോട്ട് കുറഞ്ഞുപോയി. ഇപ്പോഴത്തെ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ വലിയ അമാന്തമാണ്. BJPയുടെ സ്ഥാനാർത്ഥിയായിരിക്കുമോ, BDSന്റെ സ്ഥാനാർത്ഥിയായിരിക്കുമോ, അതോ സ്ഥാനാർത്ഥി ഉണ്ടാകില്ലേ? എന്താണ് മറുപടി? അങ്ങനെ ഒരു ആശങ്കയും വേണ്ട. 2-ാം തീയതി വരെ നോമിനേഷൻ കൊടുക്കാനുള്ള സമയമുണ്ട്. ആ ചർച്ച നമുക്ക് 2-ാം തീയതിക്ക് ശേഷം പറയാം. പിന്നെ ഇവിടെയുള്ള കാര്യം പറയുമ്പോൾ 2016 ഞാൻ മത്സരിച്ച സമയത്ത് പറഞ്ഞ വിഷയങ്ങളിൽ ഒരു പരിഹാരം ഈ 9 വർഷമായിട്ട് ഇവിടെ കണ്ടിട്ടില്ല. അതിനു മുൻപ് ഞാൻ 1987 മുതൽ സജീവമായി രാഷ്ട്രീയ പ്രവർത്തന രംഗത്തുണ്ട്. ആ 87 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ പ്രശ്നങ്ങൾ തന്നെ ഇന്നും പറയേണ്ട അവസ്ഥയിലാണ്. എൻ്റെ ഓർമ്മ വെച്ചാൽ അതിന് മുൻപുള്ള കാര്യം പറയാൻ പറ്റില്ല. 30-35 വർഷക്കാലം ആര്യാടൻ്റെ കാലഘട്ടമായിരുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം 9 വർഷം ഇവരുടെ ആയിരുന്നു. അതിന് മുൻപ് 5 വർഷം ഇടതു മുന്നണി DCC പ്രസിഡന്റ് മത്സരിപ്പിച്ച് അങ്ങനെ വിട്ട് LDFൻ്റെ കയ്യിലെത്തി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ റോഡിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് എത്ര കാലമായി? നമ്മുടെ ഈ CNG റോഡിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് എത്ര കാലമായി? 2016 ഞാൻ മത്സരിക്കുന്ന സമയത്ത് ഒരു ചാനൽ ചർച്ചയിൽ ഞാൻ ആ വിഷയം അവതരിപ്പിച്ചപ്പോൾ സമയത്ത് പറഞ്ഞു, നിലമ്പൂർ മെട്രോ സിറ്റിയാണെന്ന് പറഞ്ഞു. ചന്തക്കുന്നിന്ന് ഇപ്പുറത്ത് നമ്മളെ വെളിയന്തോട് നിന്ന് നമുക്ക് വടപുറത്തേക്ക് എത്തണമെങ്കിൽ 2 മണിക്കൂർ വേണം. ബൈപ്പാസിന് 270 കോടി കൊടുത്തു എന്ന് പറഞ്ഞു. അവസാനം അവിടുത്തെ ബൈപ്പാസിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളുടെ ഭൂമി ഏറ്റെടുത്ത് ഇത്രയും വർഷം കാത്തിരുന്ന് അവർ സമരരംഗത്തേക്ക് ഇറങ്ങി തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കും എന്ന് പറഞ്ഞപ്പോഴാണ് ഫണ്ട് അനുവദിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ എടക്കരയിൽ നിന്ന് വഴിക്കടവ് പഞ്ചായത്തിലേക്ക് കയറുന്ന ഇല്ലിക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടേക്ക് ഒരു പാലത്തിന് വേണ്ടിയിട്ട് 40 കൊല്ലമായി അവിടുത്തെ ജനങ്ങൾ സമരം ചെയ്തുകൊണ്ടിരിക്കുക. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ ബാപ്പുട്ടി അടക്കമുള്ള സാധാരണ അക്കരെയുള്ള പ്രവർത്തകർ സമരം തുടങ്ങിയിട്ട് അവിടേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ നമ്മുടെ MLA പോലും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവിടെ തിരിഞ്ഞു നോക്കിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കും, മൂത്തേടം പഞ്ചായത്തിൽ നമുക്കറിയാം ആദിവാസിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാർ കഴിഞ്ഞ പ്രാവശ്യം അവിടെ ആന ചവിട്ടിക്കൊന്നു. എന്ത് നടപടി സ്വീകരിക്കാൻ വേണ്ടി സാധിച്ചു? ഒരു നടപടികളും ഉണ്ടായിട്ടില്ല. അപ്പോൾ 35 കൊല്ലവും 9 കൊല്ലവും 10 കൊല്ലവും ഒക്കെ തുല്യമാണ്. എന്താണോ നമ്മുടെ നാട്? പിന്നെ ഗ്രാജുവലായി നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അതിലിവിടുത്തെ രാഷ്ട്രീയ പാർട്ടി വല്ലാതെ തലപൊക്കിയിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു സമയത്ത് ഈ തെരഞ്ഞെടുപ്പ് ഇവിടുത്തെ സാധാരണ ജനത, ഞാൻ താമസിക്കുന്ന ഒരു മലയോര മേഖലയിലാണ്, ഒരു വനാതിർത്തിയിലാണ് എൻ്റെ വീട്, ഞാൻ താമസിക്കുന്നത് അവിടെയാണ്. ആ സാധാരണ കുടുംബത്തിൽ നിന്ന് വളർന്നു വന്ന അന്ന് ഞാൻ ഇന്നുപോലെ രാഷ്ട്രീയ പ്രവർത്തനത്തെ കൂടി പാർട്ടി ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും, ഇപ്പോൾ പുതിയ പാർട്ടിയിലാണ് വിചാരിച്ചത്. അടുത്ത റൗണ്ടിൽ നമുക്ക് വിശദമായി വിഷയങ്ങളിലേക്ക് പോകാമെന്ന് തോന്നുന്നു. ഇവിടുത്തെ ജനകീയ വിഷയങ്ങൾ അങ്ങ് ഓരോന്നോരോന്നായി ഉന്നയിക്കുകയാണ്. എങ്കിലും വികസനമാണ്
NDA മുന്നോട്ട് വെക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ അതാണ് ആമുഖമായി അത് വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ മത്സരിക്കും. അതാണ് ആമുഖമായി അതിശക്തമായ മത്സരം ഉണ്ടാവും. NDAക്ക് അതിശക്തനായ ഒരു സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ടായിരിക്കും. ശരി, സദസ്സിലെ ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അതിനുശേഷം അപ്പോൾ ഓരോ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമ്പോൾ മണ്ഡലവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ എന്നെക്കാൾ കൂടുതൽ അറിയുന്നത് ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് 3 മുന്നണികളുടെ പ്രതികളോടും ചോദിക്കാം. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിൽ ഇവിടുത്തെ വികസനവുമായി ബന്ധപ്പെട്ട ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കടന്നു വരുന്ന പ്രതീക്ഷിക്കാം. അതിനുശേഷം വീണ്ടും 3 പേരിലേക്ക് നമുക്ക് ഒരു ആദ്യത്തെ ചോദ്യം ആരാണ്? ആദ്യത്തെ ചോദ്യം ഇവിടെ ആദ്യം തന്നെ ചോദിക്കുന്നത് പ്രിയപ്പെട്ട ഇടതുപക്ഷത്തിൻ്റെ ഈ 9 വർഷക്കാലം ഇവിടുത്തെ വികസനം എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് കോളേജ് ഈ നിലമ്പൂരിന് അനുവദിച്ചിട്ടുണ്ട്. ആ കോളേജ് എന്ത് ചെയ്യാൻ പറ്റി? ഇപ്പം 272 കോടി രൂപ ബൈപ്പാസിന് ഇപ്പോൾ അനുവദിച്ചു എന്ന് പറഞ്ഞ് ഏകദേശം ഓരോ സിനിമകളിൽ 500 കോടി ബഡ്ജറ്റ് 500 കോടി ക്ലബ്ബ് കയറി 1000 കോടി ക്ലബ്ബ് കയറി എന്ന് പറഞ്ഞതുപോലെയാണ് ഓരോരോ ബഡ്ജറ്റിലും 100 കോടി 150 കോടി 272 കോടി എന്ന് പറഞ്ഞ് വല്ല പോസ്റ്റ് ഒട്ടിക്കുന്ന പണിയാണ് ഇടതുപക്ഷം ഇതുവരെ ഈ നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ ചെയ്തത്. അതുപോലെ തന്നെ BJPയുടെ ആളുകളുടെ ചോദ്യമാണ് 1987 മുതൽ അദ്ദേഹം ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയെന്നാണ് പറയുന്നത്. ഈ 1987 ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എത്ര പാലമുണ്ട് നിങ്ങൾക്കറിയോ? അന്ന് എത്ര റോഡുണ്ട് നിങ്ങൾക്കറിയാമോ? എത്ര തുരുത്തുകളായിരുന്നു ഈ പറയുന്ന മൂത്തേടത്തേക്ക് പോകണമെങ്കിൽ എന്ത് വേണം? വെള്ളം കൂടിയാൽ തോണി വേണം, അല്ലെങ്കിൽ പുഴയുടെ സൈഡിൽ കല്ലിട്ട് അതിൻ്റെ മുകളിലൂടെ ജീപ്പ് പോയ കാലം. പോത്തുകല്ലിൻ്റെ അവസ്ഥ എന്താ? വഴിക്കടവിലെ അവസ്ഥ എന്താ? ഇങ്ങനെ എല്ലാ തുരുത്തുകളായി നിന്ന സ്ഥലത്ത് മുഴുവൻ ഈ 35 വർഷം ആര്യാടൻ മുഹമ്മദ് എന്ന UDFന്റെ സ്ഥാനാർത്ഥി MLA ആയിട്ടും മന്ത്രിയായിട്ടും നിന്ന സമയത്താണ് ഈ നിലമ്പൂരാക്കിയത്. ശരി, 2 പേരോടുമാണ്. ആദ്യം വസീഫിലേക്ക്. പോസ്റ്ററിൽ മാത്രമായി ഒതുങ്ങിപ്പോയോ ഇവിടുത്തെ ഈ വികസനം? ആ പ്രഖ്യാപനങ്ങൾ അങ്ങ് ശ്രദ്ധിച്ചു കാണുമല്ലോ. കോളേജ് ഉൾപ്പെടെ ഇവിടുത്തെ പ്രാദേശികമായ വിഷയങ്ങളാണ് കോളേജ് ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഞാൻ വളരെ ചുരുക്കി പറയാം. ഈ പറയുന്ന ആര്യാടനിസം ഉണ്ടായിരുന്ന ഈ നാട്ടിൽ ഈ ആര്യാടനെ എന്നോട് ചോദ്യം ചോദിച്ച ആൾ പോലും വോട്ട് ചെയ്യാതെ പരാജയപ്പെടുത്തിയത് ഇവിടെ ആര്യാടൻ്റെ കാലത്ത് വികസനം ഇല്ലാത്തത് കൊണ്ടാണ്. അതാ യാഥാർത്ഥ്യം. ഞാൻ ഇങ്ങനെ ബഹളം വെക്കല്ലേ ഭീഷണിയൊന്നും വേണ്ട. അവിടെ ഇരിക്ക്. അദ്ദേഹത്തിന്റെ സമയമാണ്. മറുപടി പറയാണ്. ഇടതുപക്ഷക്കാർ പറയട്ടെ. ഇടതുപക്ഷക്കാർ വെക്കണ്ട. കാരണം എന്താ അറിയോ? ഭയങ്കര പൊള്ളലാ. ഒരു നിമിഷം വസീഫ്, ഒരു നിമിഷം. ഭയങ്കര പൊള്ളലാണ്. പൊള്ളു. അല്ലല്ല, മറുപടി പറയട്ടെ. അദ്ദേഹം മറുപടി പറയട്ടെ. അല്ലല്ല, നമ്മളൊരു സൗഹൃദത്തിൽ മുന്നോട്ട് പോവാം. വസീഫിന്റെ സമയമാണ്. വസീഫിനോട് ചോദ്യം ചോദിച്ചു, അദ്ദേഹം മറുപടി പറയും. എന്റെ സമയമാണ്. മറുപടി പറയും. ബഹളം വെക്കും. ഇടതുപക്ഷ പ്രവർത്തകർ ദയവ് ചെയ്ത് ബഹളത്തിന് പോകണ്ട. അവരെന്താ ഒച്ചയും ഭീഷണിയൊക്കെ ഓടിക്കോളാം. അതൊക്കെ നമ്മൾ കുറെ കണ്ടതല്ലേ. അതൊന്നും പ്രശ്നമല്ല. അല്ല, പിന്നെ പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞോട്ടെ. പിന്നെ ഇവിടെ TK ഹംസ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇവിടെ MLA ആയി വന്ന സമയത്ത് ഉണ്ടാക്കിയ പാലങ്ങളുടെ കണക്കൊക്കെ ഒന്ന് എടുത്ത് പരിശോധിക്കണം. അന്നേ ഇതൊക്കെ വന്നിട്ടുള്ളൂ. ആര്യാടന്റെ കാലത്ത് എന്താ വന്നെന്നുള്ളത് നമുക്കറിയാം. ഞങ്ങൾക്ക് ഈ നാടിനോട് പറയാനുള്ളത്, ഇവിടെ ഒരു MLA കൊല്ലപ്പെട്ട നാടാണ് ഈ നാട്. ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായി ജയിച്ചു വന്ന കുഞ്ഞാലിയെ കൊലപ്പെടുത്തിയ നാടാണ് ഈ നാട്. ഈ നാടിനറിയാം ഈ നാടിൻ്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളുമെല്ലാം. അതുകൊണ്ട് അത് അതിജീവിക്കുക തന്നെ ചെയ്യും. പിന്നെ ഇവിടെ വേറൊരാൾ പറഞ്ഞു തേങ്ങയോ മറ്റോ ആണെന്നൊക്കെ, തേങ്ങ പെറുക്കുന്നത് പോലെയെന്ന്. ഇവിടെ ഇപ്പോൾ UDF ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? കുറച്ച് ആളുകളെ വോളണ്ടിയേഴ്സായി പറഞ്ഞയക്കുക. ലീഗുകാരാണ് അതിൽ മുൻപന്തിയിൽ. എന്തിനാണെന്നറിയോ? ഇവിടുത്തെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ, പ്രത്യേകിച്ച് ചില വിഭാഗത്തിൽപ്പെട്ടവരെ കാവൽ നിൽക്കുക പോയിട്ട്. കാരണം BJPക്കാർ OLX ഇങ്ങനെ തപ്പിയപ്പോൾ കുറേ ആളുകളെ കിട്ടുക. നേരത്തെ ഇവർക്ക് ആന്റണിയുടെ മകനെ കിട്ടി, പിന്നെ കരുണാകരന്റെ മകളെ കിട്ടി. ഇപ്പൊ ഇവിടെ നിലമ്പൂരിൽ ഇവരുടെ DCC സെക്രട്ടറിയെ കിട്ടിയ പ്രിയമുള്ളവരെ ഇങ്ങനെ
സ്ഥാനാർത്ഥിയാവാൻ കുപ്പായമിട്ട് പൗഡറിട്ട് നടക്കുന്ന പൗഡർ കുട്ടപ്പന്മാരുടെ സംഘടനയല്ല ഞങ്ങളുടേത്. ശരി. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥിയാവാൻ രാഷ്ട്രീയ നേതാവാകാൻ ഇങ്ങനെ ഒരു MLA സ്ഥാനം വേണം എന്ന് പറഞ്ഞു നടക്കുന്നവരല്ല ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് MLA ആവാനല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് ആവാനല്ല. അങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റ് ആവാനും MLA സീറ്റ് കിട്ടാനും ഏത് BJP-യുമായും കൂട്ടുകൂടാൻ മടിയില്ലാത്തവരുടെ കൂട്ടായ്മയാണ് ഈ കേരളത്തിലെ കോൺഗ്രസ്. അതാ പറയുന്നത് ഐ വിൽ ഗോ വിത്ത് BJP എന്ന ഇവരുടെ രാഷ്ട്രീയ പാരമ്പര്യമുള്ളവർ ഇവിടെ വന്ന് വലിയ രീതിയിൽ ഒന്ന് ആക്ഷേപിക്കല്ലേ. നാളെ 30-ാം തീയതി ആണെങ്കിൽ സമ്മേളന കാലത്ത് പോലും പറഞ്ഞു പൂർത്തീകരിക്കും. ഒരു കാര്യം, ഇതാ ഇങ്ങനെ ബഹളം വെച്ച് പോവാണെങ്കിൽ ഈ 1 മണിക്കൂർ പൂർണ്ണമായി ഞാനും ഈ മൈക്ക് നിലത്ത് ഒരു സമയം ഒരാൾ സംസാരിച്ചാലേ കേൾക്കൂ. എനിക്ക് അവസരം തന്നാൽ എന്നെ പറയാൻ അനുവദിക്കണം. ആ സമയത്ത് അല്ല, ചോദ്യത്തിന് പറയുന്ന സമയത്ത് ഇങ്ങനെ ഇടയ്ക്കറി പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഇയാളെന്താ ഭീഷണിപ്പെടുത്തുന്ന? നടക്കൂല സുഹൃത്തെ. ആദ്യം സ്വന്തം സ്ഥാനാർത്ഥിയുടെ ഒരു ബോർഡെങ്കിലും വെക്ക്. സ്വന്തം സ്ഥാനാർത്ഥിയുടെ ഒരു ബോർഡെങ്കിലും സന്തോഷത്തോടെ വെക്കാൻ പറ്റ്. അത് പറ്റുന്നില്ല നിങ്ങൾക്ക്. കാരണം എന്താ അറിയോ, നിങ്ങൾക്ക് തന്നെ അംഗീകരിക്കാൻ പറ്റാത്ത സ്ഥാനാർത്ഥിയാണ് നിങ്ങൾ അവതരിപ്പിച്ചത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മിടുക്കനായ സ്ഥാനാർത്ഥി നാളെ വരും. നിങ്ങൾക്കും UDF-നും എല്ലാവർക്കും വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾ നാളെ പ്രഖ്യാപിക്കും. ആ സ്ഥാനാർത്ഥിക്ക് സകല മനുഷ്യർക്കും വികസനമാഗ്രഹിക്കുന്നവർക്ക് BJP-യുടെ പണം കണ്ടാൽ ചാടിപ്പോകാത്ത ഒരു സ്ഥാനാർത്ഥി നാളെ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് പ്രഖ്യാപിക്കും. ആ സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ ഉണ്ടാകും. നിങ്ങൾക്ക് അഭിവാദ്യം ചെയ്യാം. മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റിനോട് പറയണം. ഒരു മാസം ഒറ്റ നിമിഷം ഇങ്ങനെ പോയാൽ ഇത് മുന്നോട്ട് പോകില്ല. അതുകൊണ്ടാണ് താങ്കൾ ഇടയ്ക്ക് കയറി പറയുകയായിരുന്നു. രണ്ടുപേർ സംസാരിച്ചാൽ ഇത് വ്യക്തമാവില്ല. താങ്കൾ പറഞ്ഞ പോയിന്റ് പെട്ടെന്ന് പറയും, എന്നിട്ട് അദ്ദേഹത്തിലൂടെ പോകണം. അല്ല, വസീഫ് BJP-യിൽ പോയ ആളുടെ എണ്ണമോ പറഞ്ഞത്. വസീഫിന്റെ കൂടെ പ്രവർത്തിച്ച 1 മാസം പോലും ആയിട്ടില്ല. തിരുവനന്തപുരത്തെ SFI-യുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം BJP അത് സത്യത്തിൽ പോകേണ്ടിരുന്ന കോൺഗ്രസിലാ. പുറത്താക്കിയതാ. രണ്ടുപേരും സംസാരിച്ചാൽ മുന്നോട്ട് പോകില്ല. KPCC-യുടെ പ്രസിഡന്റ് ആയിരുന്നു. കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു. ശരി, തർക്കത്തിലേക്ക് വേണ്ട. നേരത്തെ ചോദ്യം ചോദിച്ചാരാണ്? നേരത്തെ മൈക്ക് വേണമെന്ന് പറഞ്ഞു. ഒറ്റ സെക്കൻഡ്. ആ മൈക്കിൽ ചോദിക്കും. ചുരുക്കി ചോദിക്കണം. മറുപടി പറയുമ്പോൾ ദയവായി ഒരു അതിഥി സംസാരിക്കുന്നതിനും കുറെ കൂടി ഉചിതമാവുക. തെരഞ്ഞെടുപ്പാണ്. ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ വിജയിപ്പിക്കണ പരിപാടിയല്ല. ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എന്ന് കരുതിയിട്ട് വിജയിച്ചു എന്ന് കരുതണ്ട. പിന്നെ കാറ്റാടിപ്പാലത്തിൻ്റെ കാര്യം പറഞ്ഞു. കാറ്റാടിപ്പാലത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അവിടെ ബോർഡുണ്ട്. ബഹുമാനായിട്ടുള്ള TK ഹംസ നിലമ്പൂരിൽ നിന്നും ഇടതുപക്ഷത്തിൻ്റെ പേരിൽ സ്ഥാനാർത്ഥിയായി വിജയിച്ചു വന്നപ്പം മൂത്തയിടത്തിന് കൊടുത്ത സമ്മാനമാണ് കാറ്റാടിപ്പാലം. കരുളായിപ്പാലം PJ ജോസഫ് ഇടതുപക്ഷത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതാണ്. പിന്നെ ചോദ്യം, മൂന്ന് കൊല്ലം മുന്നേ സ്വഭാവ ദൂഷ്യത്തിന് SFI-യിൽ നിന്ന് പുറത്താക്കിയ ആളുടെ പേരാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് പറയണത്. നിലവിൽ DCC സെക്രട്ടറി ആയിട്ടുള്ള മഹദിയാണ് BJP-യുമായിട്ട് സ്ഥാനാർത്ഥിത്വത്തിന് ചർച്ച പോയിട്ടുള്ളത്. ആ കാര്യമാണ് അവിടെ ചർച്ച ചെയ്യേണ്ടത്. പിന്നെ എന്തിനാണ് ഈ പറയണത്? വികസനത്തിന്റെ പേരാണോ? മലയോര ഹൈവേ ചെന്ന് നോക്കൂ, നാട്ടിൽ നേരിട്ട് കാണുന്ന വികസനമാണ്. മാനവേദൻ സ്കൂൾ അടക്കം ഈ നാട്ടിലെ ഗവൺമെന്റ് സ്കൂളുകളിൽ 3 കോടിയും 5 കോടിയും 1 കോടിയും ഫണ്ട് കിട്ടാത്ത ഏതെങ്കിലും ഒരു വിദ്യാലയം നിങ്ങൾക്ക് ഈ നാട്ടിൽ 600 രൂപയുടെ 16 മാസത്തെ കുടിശ്ശിക മുടക്കി 1600 രൂപ എല്ലാ മാസവും എത്തിക്കുന്ന ഈ ഗവൺമെന്റിനെതിരെയാണോ ഈ നാട്ടിൽ ജനങ്ങൾ വിധി എഴുതേണ്ടത്? വിദ്യാഭ്യാസ മേഖലയിൽ അല്ല അങ്ങനെ പ്രസംഗമായി പോകരുത്. ചോദ്യത്തിലേക്ക് ഇത്ര തന്നെ ഉള്ളൂ. ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള അവരുടെ രാഷ്ട്രീയ സംഘടനയുടെ വോട്ട് വേണ്ട എന്ന്
ഇടതുപക്ഷത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൃത്യമായി തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ നിമിഷവും ഞങ്ങളത് പറയുന്നു. ബഹുമാനപ്പെട്ട UDFന്റെ സ്ഥാനാർത്ഥിയോട് പരസ്യമായി ചോദിക്കുന്നു, ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള വെൽഫെയർ പാർട്ടിയുടെ ഒരു വോട്ട് പോലും ഞങ്ങൾക്ക് വേണ്ട എന്ന് പ്രിയപ്പെട്ട സുഹൃത്തെ, അല്ല ഞാൻ എല്ലാത്തിനും ഉത്തരം പറഞ്ഞു പോകാനേ എനിക്ക് പറ്റുള്ളൂ. പ്രിയപ്പെട്ട സുഹൃത്തെ, TK ഹംസയുടെ ഒരു ബോർഡാണ് നിലമ്പൂരെങ്കിൽ 1000 ആര്യാടൻ മുഹമ്മദിന്റെ ബോർഡ് ഈ നിലമ്പൂരിന്റെ വഴിക്കടവ് മുതൽ നിലമ്പൂർ വരെ സഞ്ചരിച്ചാൽ അങ്ങേക്ക് തന്നെ കാണാൻ പറ്റുമെന്നുള്ളതാ. പിന്നെ ആര്യാടൻ സാർ ഇവിടെ തുടങ്ങി വെച്ചതിന്റെ അപ്പുറത്തേക്ക് ഒരു വികസന പ്രവർത്തനം തുടങ്ങുവാനും വസീഫിന്റെ പാർട്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ള വസീഫ് ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞു. 9 വർഷക്കാലം ഞങ്ങൾ ഭരിച്ചു, 1 വർഷം ഞങ്ങൾക്ക് തന്നാൽ അത് ഈ നാടിന് ഗുണമാണെന്ന് പറഞ്ഞു. 9 വർഷം കയ്യിൽ വെച്ചിട്ട് ഒരു ഗുണവുമില്ലാത്ത വസീഫ് ഇന്നും പറയുന്നു ഇനി 1 വർഷം കൂടി തരൂ എന്നുള്ളതാ. പിന്നെ നിങ്ങൾ പാലക്കാട് ഇലക്ഷൻ മുതൽ, ചേലക്കര ഇലക്ഷൻ മുതൽ, പുതുപ്പള്ളി ഇലക്ഷൻ മുതൽ ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് ഇത്. അവിടെയെല്ലാം മതേതര വിഭാഗം പൂർണ്ണമായ റെക്കോർഡ് വിജയത്തോട് കൂടിയിട്ടാണ് UDFനെ വിജയിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഇവിടെ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ UDFന്റെ ചെയർമാൻ പറഞ്ഞിട്ടുണ്ട്, ഈ കേരളത്തിലെ ഈ രാജ്യത്തെ ഒരു വർഗീയവാദികളുടെ വോട്ടും UDFന് വേണ്ട എന്ന് അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. ശരി, ഉത്തരം കൃത്യമായി പറഞ്ഞു. ഇനി അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്നാണോ പറഞ്ഞത്? ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്നാണോ? ഒരു വർഗീയവാദികളുടെയും ജമാഅത്തെ ഇസ്ലാമിയെ വർഗീയ പാർട്ടികളുടെ കൂട്ടത്തിൽ കൂട്ടുന്നുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPയുടെയും വോട്ട് വേണ്ട എന്നാണോ പറഞ്ഞത്? ഡയറക്റ്റ് ചോദ്യമാണ്, ഡയറക്റ്റ് ചോദ്യത്തിന് ഉത്തരം പറ. ഡയറക്റ്റ് ചോദ്യമാണ്, ഡയറക്റ്റ് ചോദ്യത്തിന് ഉത്തരം പറ. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ SDPയുടെയും വോട്ട് വേണോ വേണ്ട എന്നാണ് ചോദ്യം. അത് വേണോ വേണ്ട എന്നുള്ളതാണ്. ഇതാണ് ഊരിണ്ട് കളിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ താങ്കൾക്ക് അധികാരമുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങളുടെ മുന്നിൽ സംവിധാനത്തിൽ. പക്ഷെ അങ്ങനെയാണ് ചോദ്യം. ഈ സമയത്ത് ചോദിച്ച ഈ കാലിക പ്രസക്തമായ ചോദ്യമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPയുടെയും വോട്ട് വേണോ വേണ്ട എന്നുള്ളതാണ്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ മടിയിലിരുത്തിയ വസീബാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ശരി, അങ്ങ് കൺക്ലൂഡ് ചെയ്യൂ. ഒരു വർഗീയവാദിയുടെയും, നിങ്ങൾക്ക് എന്താ പറയുമ്പോ മനസ്സിലാവാത്തെ? ഒരു വർഗീയവാദിയുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വർഗീയവാദികളുടെ എന്നതാണ് പറഞ്ഞത്. അത് ഡിബേറ്റബിൾ ആണ്, ഡിബേറ്റബിൾ ആണ്. അദ്ദേഹത്തിന് പറയാൻ കഴിയുമോ എന്നറിയില്ല. ഒരു സെക്കൻഡ് ഗിരീഷ് മേക്കാട്ടിലേക്ക് നേരത്തെ ചോദ്യമുണ്ട്. ശ്രീ ഗിരീഷ് മേക്കാട്ടിനോട് നേരത്തെ ചോദ്യം ചോദിച്ചിരുന്നു. അദ്ദേഹത്തിന് മറുപടി പറയാൻ ഇതുവരെ സമയം കൊടുത്തില്ല. ഈ തർക്കത്തിനാണ് അദ്ദേഹം പറയട്ടെ. അദ്ദേഹത്തിന്റെ വിമർശനം ചുരുക്കി പറഞ്ഞാൽ മതി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞങ്ങൾ സ്ഥാനാർത്ഥിയെ തേടി നടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം. ഞങ്ങളൊരു വളർന്നു വരുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ഞങ്ങൾ ഈ രാജ്യത്തെ മുഴുവൻ ആളുകളുടെ അടുത്തും പോവും. ഞങ്ങൾ ആദ്യം കേരളത്തിൽ നിന്ന് പോക്കിയത് അൽഫോൺസ് കണ്ണന്താനത്തിനെയാണ്. CPMന്റെ MLA ആയിരുന്ന അൽഫോൺസ് കണ്ണന്താനത്തിനെയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇടതുപക്ഷത്തിന്റെ കൺവീനറായിട്ടുള്ള EP രാജനായിട്ട് കുത്തി. അപ്പൊ ഞങ്ങൾ EP ജയരാജന് കുത്തി. EP ജയരാജനും ആ വലയിൽ വീണു. ഞങ്ങൾ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് കുത്തും. അവരെ ഞങ്ങൾ എന്താ സംശയം? EP ജയരാജൻ പറഞ്ഞില്ലേ? EP ജയരാജൻ പറഞ്ഞില്ലേ എൻ്റെ അടുത്ത് വന്നു ചർച്ച. ഞങ്ങൾ എല്ലാവരുടെ അടുത്തും ചർച്ച നടത്തും. ഞങ്ങൾ വസീഫിന്റെ അടുത്ത് വരും, ഈ ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ വരും. അവരെയൊക്കെ BJPയിലേക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിലും കൂട്ടാൻ വേണ്ടി ഞങ്ങൾ നടക്കുന്നത്. ഞങ്ങൾ എല്ലാവരുടെ അടുത്തും പോകും. ആരെ കിട്ടിയാലും ഞങ്ങൾ സ്വീകരിക്കും. ത്രിപുരയിൽ 16 CPMന്റെ ഓഫീസ് അടക്കം BJPയുടെ ഓഫീസായി മാറിയിട്ടുണ്ട്. ത്രിപുരയിൽ അവിടെ ഉണ്ടായിരുന്ന 18 മന്ത്രിമാര്, മുൻ മന്ത്രിമാര് ഇന്ന് BJPയുടെ MLAമാരാ. ശേഷമാണ് ത്രിപുരയിലും ബംഗാളിലും ഒക്കെ CPMകാരെ കൊലപ്പെടുത്തിയതിനു ശേഷമാണ് നിങ്ങൾക്ക് ഓഫീസിലേക്ക് കയറാൻ പറ്റിയത്. അങ്ങനെ കൊല്ലാനാണ് തീരുമാനമെങ്കിൽ അതിനെ പ്രതിരോധിക്കാനാണ് നേരത്തെ വികസനം പാലക്കാടുണ്ടായിരുന്ന ഒരു മാസം നിങ്ങൾ അറിയാൻ വേണ്ടി അറിയാതെ ചിലപ്പോ BJPയുടെ വികസനം എന്നൊക്കെ കേൾക്കുമ്പോഴേ നരേന്ദ്രമോദിയുടെ കോട്ടൊക്കെ കണ്ടു ചിലപ്പോ സംശയിച്ചു പോകും ചിലര്. അങ്ങനെ ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ വണ്ടിക്കൂലി ഞാൻ തരാം. പാലക്കാട് നഗരസഭയിലേക്ക് പോകണം. അവിടെ ഭരിക്കുന്നത് BJP ആണ്. അവിടുത്തെ വികസനം എന്ന് പറഞ്ഞാൽ വട്ടപൂജ്യമാണ്. ഒരു വികസനം നടക്കാത്ത കേരളത്തിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് ഇവിടെ പാലക്കാട്. കേട്ടോ, ആ പാലക്കാടിനെ കാണിച്ച് BJPക്ക് വോട്ട് ചെയ്യണം നിങ്ങൾക്ക് തോന്നിയാൽ മതി. അടുത്തൊരു ചോദ്യം. പാലക്കാട് നിയമസഭയിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി വർഗീയതയാണ്.
പാലക്കാട് വികസനമല്ല വർഗീയതയാണ് ബി ജെ പി പാലക്കാട് പറയാറ്. മുനിസിപ്പാലിറ്റി അടുത്ത ചോദ്യം, അടുത്ത ചോദ്യം. വർഗീയതയാണ് ബി ജെ പി പറയാ. അതുകൊണ്ടാ ബി ജെ പി ഭരിക്കുന്നതിന് മുൻപ് ആ വർഗീയത പാലക്കാട് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ബി ജെ പി ഭരിക്കുന്നതിന്റെ മുൻപ് പാലക്കാട് പാലക്കാട് മുനിസിപ്പാലിറ്റി ഇടതുപക്ഷമായിരുന്നു. ഇന്ന് ഇടതുപക്ഷം അവിടെ പ്രതിപക്ഷം പോലുമല്ല. എന്തുകൊണ്ടാണ് ഞാൻ ആരോപിച്ചോ പാലക്കാട് അങ്ങ് ചോദിക്കും, അങ്ങ് ചോദിക്കും. അടുത്ത ചോദ്യത്തിലേക്ക്. പാലക്കാട് അടുത്ത ചോദ്യം, അടുത്ത ചോദ്യം. ഹലോ, ചോദിച്ചോളൂ. ചോദ്യമായി തന്നെ ചോദിക്കണം. എനിക്ക് ചോദിക്കാനുള്ളത് യു ഡി എഫിന്റെ പ്രതിനിധിയോട് ചോദിക്കാനുള്ളത് മലയോര ഹൈവേയുമായി ബന്ധപ്പെട്ട് മുണ്ടേരി മുതൽ മേലാറ്റൂർ വരെയുള്ള ഭാഗങ്ങളിൽ മേലാറ്റൂർ പഞ്ചായത്ത്, കരുവാരക്കുണ്ട് പഞ്ചായത്ത്, കാളികാവ് പഞ്ചായത്ത്, അമരമ്പലം പഞ്ചായത്ത്, കരുളായി പഞ്ചായത്ത്, മൂത്തേടം പഞ്ചായത്ത്, പൂത്തുകല്ല് പഞ്ചായത്ത്, അതിൻ്റെ ഇടയിലൊരു പഞ്ചായത്തുണ്ട്. യു ഡി എഫ് ഭരിക്കുന്ന നമ്മൾ നിൽക്കുന്ന എടക്കര. ഈ സ്ഥലത്ത് മാത്രം ഒരു പ്രവൃത്തി നടന്നിട്ടില്ല. കാറ്റാടി പാലം മുതൽ നല്ലന്തണ്ണി വരെ എടക്കര ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് വർഷങ്ങളായിട്ട് ഭരിക്കുന്ന യു ഡി എഫിൽ എല്ലാ റോഡുകളും എല്ലാ പഞ്ചായത്തിലും എല്ലാ നിർമ്മാണ പ്രവൃത്തിയും പൂർത്തീകരിച്ചിട്ടും എടക്കര പഞ്ചായത്തിൽ യു ഡി എഫിന്റെ പഞ്ചായത്ത് എന്തുകൊണ്ട് സ്ഥലം വിട്ടുകൊടുക്കുന്നില്ല? അതിന് മറുപടി മലയോര ഹൈവേ ചെയ്യാത്തത് ഒരു പഞ്ചായത്തിന്റെ പെരടിയിൽ വെക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു പഞ്ചായത്താണോ മലയോര ഹൈവേയുടെ അതോറിറ്റി? ഒരു പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്നതാണോ മലയോര ഹൈവേ എന്ന് പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, മലയോര ഹൈവേക്ക് വേണ്ടിയിട്ട് ഇവിടെ സമരം ചെയ്തതാരാ? മലയോര ഹൈവേക്ക് വേണ്ടിയിട്ട് ഇവിടെ സമരം ചെയ്തതാരാ? മുൻ DCCയുടെ പ്രസിഡന്റ് എനിക്ക് അദ്ദേഹത്തോട് ഇന്റെ മറുപടി പറയണമെന്ന് പറയാൻ കഴിയില്ല. അദ്ദേഹം പറയുന്നത് കേൾക്കാനേ കഴിയുള്ളൂ. ഇവിടെ 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 മലയോര ഹൈവേക്ക് വേണ്ടി മരിച്ചുപോയ ഞങ്ങളുടെ മുൻ DCCയുടെ പ്രസിഡന്റ് VV പ്രകാശ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വലിയതായ സമരം ചെയ്യേണ്ടി വന്ന മണ്ണാണ് നിലമ്പൂർ എന്ന് പറയുന്നത്. അവിടെ എവിടെയാണ് ഇപ്പോൾ മലയോര ഹൈവേ പൂർണ്ണമായിട്ടുള്ളത്? മലയോര ഹൈവേ ഇപ്പോഴും എവിടെയാണ് പൂർണ്ണമായിട്ടുള്ളത്? പിന്നെ 2019 പ്രളയത്തിൽ നമ്മുടെ കനോലി പ്ലോട്ടിലെ ഒരു തൂക്കുപാലം തകർന്നു പോയിട്ട് വർഷം ഇത്രയായി അതൊന്ന് പുനഃസ്ഥാപിക്കാൻ പോലും കഴിയാത്ത ആളുകളാണ് വലിയ വികസനം എന്ന് പറയുന്നത്. നിങ്ങൾ അവിടെ ഒന്ന് പോയി നോക്കൂ. 2019 പ്രളയത്തിൽ അവിടെ അതേ പ്രളയത്തിൽ തകർന്ന കൈപ്പിനി പാലമുണ്ട്, മറന്നുപോകരുത്. കൈപ്പിനി പാലം ഇതൊക്കെ മനോഹരമാക്കി ജനങ്ങൾക്ക് തുറന്നു കൊടുത്തതാ. 154 കോടി രൂപയാണ് ഈ പ്രളയകാലത്ത് ഈ നാടിന് നഷ്ടം വന്നപ്പോ പുനരധിവാസത്തിന് വേണ്ടി ചെലവഴിച്ചത്. ഈ അതാ ഇടതുപക്ഷം. ഒരൊറ്റ മിനിറ്റ് ഞാൻ ഇവിടെ SDPIന്റെയും ജമാഅത്ത് ഇസ്ലാമിന്റെയും വോട്ട് വേണ്ടെന്ന് പറഞ്ഞു. 9 വർഷക്കാലം ഇവരെ MLA ആയ PV അൻവർ, തൻ്റെ പിതാവിനോടൊപ്പം കാണുന്ന അൻവർ പറഞ്ഞത് RSSുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് പറഞ്ഞത്. കോൺഗ്രസ് മതേതര പാർട്ടിയാണ്. RSSുമായി ബന്ധമുണ്ട് ഇറങ്ങിയിട്ടാണ് അയാൾ ഇറങ്ങിപ്പോന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വന്നത്. RSSുമായിട്ട് സന്ധിയില്ല സമരം ചെയ്യുന്നത് നിങ്ങളാണ്. RSSുമായിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും കൂട്ടി നിൽക്കുന്നത് അതുകൊണ്ടാണ് BJP ഇവിടെ BJP സ്ഥാനാർത്ഥിയെ നിർത്താത്തത്. അതുകൊണ്ടാണ് ഇവിടെ ഇലക്ഷൻ വന്നത്. അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾ നിലമ്പൂർ നിയോജക കേരളത്തിലെ മുഴുവൻ ആളുകളും അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾ ഇവരാണ് കൂട്ടുകെട്ട്. അതുകൊണ്ടാണ് ഇവർ സ്ഥാനാർത്ഥിയെ നിർത്താത്തത്. അത് മനസ്സിലാക്കി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കേരളത്തിലെ രാഷ്ട്രീയ നേതാവുണ്ട്. അദ്ദേഹത്തിന്റെ പേര് PMA സലാം. മുസ്ലിം ലീഗ് നേതാവ് PMA സലാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ അദ്ദേഹം പറഞ്ഞത് RSSുമായി ഞാൻ സംസാരിച്ചു കൊള്ളാം എന്ന PMA സലാം പറഞ്ഞത്. ഞാൻ ഡീല് ചെയ്തോളാം എന്ന് അത് PMA സലാമാ പറഞ്ഞത്. ആരോട്? RSSുമായി സംസാരിച്ചോളാം. പിന്നെ അൻവറിന് ഇമാതിരി കുറച്ച് കുഴപ്പങ്ങൾ ഉണ്ടായതിനു ശേഷമല്ലേ ഞങ്ങൾ പോയിക്കോന്ന് പറഞ്ഞത്. ഞങ്ങൾ ഒഴിവാക്കിയപ്പോൾ നിങ്ങൾക്ക് അത് വലിയ മുന്തിയ തിരക്കായി. ഞങ്ങൾ അതിന് പിന്നാലെ ഒന്നും പോകുന്നില്ല. നിങ്ങളുടെ മുസ്ലിം ലീഗുകാരൻ നിങ്ങൾ എഴുതി കൊടുത്തത് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്യിച്ച് ആ പാവത്തിന് ഇപ്പൊ കുപ്പായ അയച്ചിട്ട് ചളി വാരി തേക്കാൻ നിങ്ങളാ പറയുന്നത്, ഞങ്ങളല്ല. ഞങ്ങൾ കൂടിയ സമയത്ത് ഞങ്ങളുള്ള സമയത്ത് കേരളത്തിൽ മത്സരിച്ച അൻവർ, വയനാട്ടിൽ മത്സരിച്ച അൻവർ, അൻവറിനെയാണ് ഞങ്ങൾ അംഗീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകളിൽ സ്ഥിരതയില്ലാതെ വന്നപ്പോ ഞങ്ങൾ അദ്ദേഹത്തെ തള്ളി. നിലപാടുകളിൽ തള്ളി. നിങ്ങളാണ് അദ്ദേഹത്തിന്റെ മറുപടി പറയേണ്ടത്. അങ്ങ് ചുരുക്കണം.
മറുപടികളെല്ലാം ഒന്നും കൂടി ചുരുക്കണം. ഒരുപാട് ചോദ്യത്തിലേക്ക് പോകാനുണ്ട്. UDF എനിക്ക് സമയം കിട്ടിയില്ല, പരിമിതമായിരുന്നു എന്നൊരു പരാതി അതുകൊണ്ട് നൽകാം. നമുക്ക് പ്രശ്നമില്ലാതെ ചോദ്യം. എനിക്ക് ചോദിക്കാനുള്ളത് ഇടതുപക്ഷത്തിനോടും UDF-നോടും BJP-നോടാണ് ചോദിക്കുന്നത്. ഇതാ ഇതിൻ്റെ ഈ ഇടത്തെ ഭാഗത്താണ് ഓവാലം. ഈ ഓവാലത്തിന് വെള്ളം നിറഞ്ഞിട്ടാണ് ഇവിടെയൊക്കെ വെള്ളം കയറാൻ നിൽക്കുന്നത്. പുഴയിൽ വെള്ളം നിറഞ്ഞിട്ടല്ല ഇവിടെ ഉള്ളത്. ഇവിടെ എന്ത് വികസനമാണ് കൊടുക്കുന്നത്? പിന്നെ BJP-ക്കാർ, ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി തന്നെ പറഞ്ഞത്, BJP-ക്കാർ കേന്ദ്രത്തിൻ്റെ പണ്ട് കേരളത്തിന് കൊടുത്തെങ്കിലും അവർ ഉണ്ടാക്കി കൊടുക്കുള്ളൂ. അത് കൊടുത്തിട്ടില്ല നമ്മൾ ഡെയിലി പത്രത്തിൽ വായിക്കണം. ഓല പൊന്തിച്ച് പറയല്ല. പക്ഷേ വേറെ കാര്യമാണ്, ഇവിടെ വികസനം കൊടുക്കുന്ന കുറേ കാര്യങ്ങൾ വികസനം കൊടുത്തിട്ടുണ്ട്. ഇവിടെ പിന്നെ എന്താണ് കൈപ്പിനിയിൽ പെട്ടെന്ന് പിന്നെ പാലം ഉണ്ടായിട്ടുണ്ട്, വന്നിട്ടുണ്ട്, ചെയ്തിട്ടില്ല എന്നല്ല. പക്ഷേ വേറെ ഒരു കാര്യം പറയണത്, ജനങ്ങളെ കുതിരാക്കണ വാർത്ത പിന്നെ ചെയ്യരുത്. ഇവിടെ ജനങ്ങളെ കൈതാക്കരുത്. ഇവിടെ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് ഇങ്ങളൊക്കെ പാർലമെൻറ്റിൽ പോയിട്ടും നിയമസഭയിൽ പോയിട്ടും സംസാരിക്കുന്നത്. അതിൻ്റെ ശമ്പളം ഞങ്ങളെ വിയർപ്പ് വെച്ചിട്ടാണ് നിങ്ങൾ ശമ്പളം വാങ്ങുന്നത്. പക്ഷേ നിങ്ങൾ ഇടതും വലതും തിരുവനും വർത്തമാനം പറയണത്. ഇവിടെ ഒരു വികസനം കൊണ്ടുവരാൻ പറ്റിയിട്ട് വേറെ ഇടതും വേണ്ട, വലതും വേണ്ട, UDF-ഉം വേണ്ട. നല്ലൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ വോട്ട് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഏതായാലും ആര് ജയിച്ചാലും ആര് പരിശോധിച്ചാലും ഒരു 3000-3500 വോട്ടിന് ആരായാലും കാര്യപ്പെട്ട ആൾക്കാർ തോൽക്കാൻ പോകുക എന്ന് തന്നെ ഞാൻ അവിടെ പറയാം. അത് പൊതുജനത്തിന്റെ ഒരു വികാരമാണ്. ഒരു ചോദ്യം കൂടി ഒരുമിച്ച് മറുപടി പറയാം, അല്ലെങ്കിൽ ഓരോ ചോദ്യത്തിനെയും മറുപടി പറഞ്ഞ് നീണ്ടുപോകുന്നു. അതുകൊണ്ടാണ് പറയാനുള്ള ചോദ്യങ്ങൾ ഒരുമിച്ച്. എൻ്റെ ചോദ്യം നമ്മളെ KT ജലീലിൻ്റെ മണ്ഡലത്തിൽപ്പെട്ട എടപ്പാളുകാരനായ നമ്മളെ കോൺഗ്രസിൻ്റെ സുഹൃത്തിനോടാണ്. സുഹൃത്ത് ഇവിടെ പറഞ്ഞു BJP-യുമായിട്ട് കൂട്ടുകൂടിയെന്നില്ലേ. എൻ്റെ കുട്ടിക്ക് ഏതാണ്ട് ഒരു 30-32 വയസ്സുണ്ടാവുള്ളൂ. 991 ലോകസഭാ തെരഞ്ഞെടുപ്പ്, അവിടേക്ക് നമ്മളൊന്ന് കടന്നു പോകുക. ഗിരീഷ് മേക്കാടിൻ്റെ പാർട്ടിക്കാണ് അവിടെ സീറ്റ് കൊടുത്തത്, അഡ്വക്കേറ്റ് ദക്ത് സിംഗ്. ബേപ്പൂരിൽ അംസാക്കാരെ തോൽപ്പിക്കാൻ മാധവൻകുട്ടി, അങ്ങനെ 2 ആളുകൾക്ക് വോട്ട് ചെയ്തു. അതൊക്കെ കഴിഞ്ഞു പോയ കഥ. ഇപ്പം അടുത്ത് ഈ കുട്ടീൻ്റെ മണ്ഡലം എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചിടത്തോളം താവന്നൂരാണ്, അല്ലേ? താവന്നൂർ മണ്ഡലം നിങ്ങൾ താവന്നൂർ മണ്ഡലത്തിൽ KT ജലീലിനെ തോൽപ്പിക്കാൻ എൻ്റെ സുഹൃത്തായ ഗിരീഷ് മേക്കാടിൻ്റെ പാർട്ടിൻ്റെ വോട്ട് വരെ നിങ്ങൾ വാങ്ങിയിട്ടുണ്ട്. കണക്ക് ഞങ്ങൾക്കറിയാം. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ വികസനത്തിൻ്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഓർമ്മ വേണം, അദ്ദേഹം വന്ന വഴിയൊക്കെ ഓർമ്മ വേണം. അദ്ദേഹം BSMO കോളേജിൽ ആരായിരുന്നു എന്നൊക്കെ ഞാൻ പറയട്ടെ. ഇപ്പൊ വികസനത്തിലെ കാര്യം എന്നെ പറയല്ലേ. ഈ കൂട്ടത്തിലിരിക്കുന്ന പല ആളുകളും എടക്കര ഹൈസ്കൂളിൽ പഠിച്ച ആളുകളാണ്. ഇപ്പോൾ മരിച്ചുപോയ BB പ്രകാശനടക്കം പഠിച്ച എടക്കര ഹൈസ്കൂളാണ്. ഒടിഞ്ഞ ബെഞ്ചും പൊട്ടിയ വയറുമായിട്ട് പഠിച്ച ആളുകളുണ്ടാവും. ഈ ഉമ്മറാക്കാലം പോലത്തെ പ്രായമുള്ള ആളുകൾ. ഇന്ന് ഇടയ്ക്ക് സ്കൂളൊന്ന് പോയി നോക്കി, ഉച്ചക്ക് വെള്ളം നിറച്ച ചോറ്, സ്കൂൾ തുറന്നിട്ടില്ല, ബുക്ക് വീട്ടിലെത്തി. മറ്റത് ഓണപ്പരീക്ഷ വന്നിട്ടേ ബുക്കെത്തുള്ളൂ, അല്ലേ? ഇനി അങ്ങോട്ട് നോക്കി ലൈറ്റ് കണ്ടത് അല്ല, ഞങ്ങള് തുറക്കുന്നത് പാടില്ല. 9 വർഷം പ്രിയപ്പെട്ട യൂസഫ് ഞങ്ങൾ ഒരു കറുത്ത മനുഷ്യൻ ചൊറക്കില്ലാത്തൊരു മനുഷ്യൻ. അതായത് എൻ്റെ മനസ്സിൽ എൻ്റെ പിതാവിനേക്കാൾ സ്നേഹിക്കുന്ന ഇടുക്കിയുടെ ചക്രവർത്തി മണിയാസാൻ, അയാൾ കേരളത്തിലെ വൈദ്യുതി മന്ത്രി ആയതുകൊണ്ട് ഇന്ന് കേരളത്തിൽ ഇരുട്ടില്ല. ഇവിടുത്തെ അവസ്ഥ എന്തായിരുന്നു? പൊതുവായ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുകയാണ്. അടുത്ത ചോദിക്കാനുണ്ടോ? ഒറ്റ സെക്കൻഡ്, 2-3 ചോദ്യം എടുത്ത് ഒരുമിച്ച് നമുക്ക് മറുപടി പറയാം, അല്ലെങ്കിൽ ചുരുക്കി പറയാം. പ്രതിനിധിയോട് ചോദ്യം. ഇപ്പം നിങ്ങൾ പറഞ്ഞ 4 വർഷത്തെ വികസന ഡയറി വെച്ചാണ് ഇവിടെ മത്സരിക്കുന്നതെന്ന് പറഞ്ഞത്. 2 ടൈമായിട്ട് LDF-ന്റെ പ്രതിനിധിയാണ് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. സഖാവ് കുഞ്ഞാലിയുടെ മണ്ണിൽ നിങ്ങൾക്ക് ധൈര്യമുണ്ട് അരിവാൾ ചുറ്റിക മനുഷ്യത്വത്തിൽ മത്സരിക്കാൻ? ശരി, ഒരു ചുരുക്കി പറയണം, ചോദ്യമായിട്ട് തന്നെ ചോദിക്കണം. കേരളത്തിലെ ഇടതുപക്ഷത്തിന് സ്വതന്ത്രന്മാർ മത്സരിച്ചില്ല. ഇപ്പൊ നമുക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ പ്രധാനമായിട്ട് തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷത്തിന് കിട്ടിയില്ല, സ്ഥാനാർത്ഥിയെ കിട്ടിയില്ല എന്നുള്ളതാണ്. അതിൻ്റെ കോൺഗ്രസ്സുകാരുടെ പേടി, ഞങ്ങളിൽ നിന്ന് ആര് പോകുന്നില്ല പേടിയുടെ ഭാഗമായിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. നിങ്ങൾ പേടിക്കണ്ട, കിണ്ണം കാച്ചിയ സ്ഥാനാർത്ഥിയെ നാളെ 5 മണിക്ക് സംസ്ഥാന സെക്രട്ടറി പ്രഖ്യാപിക്കും. നിങ്ങൾ കേട്ടാൽ മതി, നിങ്ങൾ തോറ്റാൽ മതി, അത്രമാത്രമേ. പിന്നെ ഒരു ചോദ്യം, ഇവിടെ പ്രളയം പറഞ്ഞു. പ്രളയത്തിനകത്ത് ഞങ്ങൾ ഏറ്റവും പ്രളയത്തിന് കഴിഞ്ഞ പ്രാവശ്യം കവളപ്പാറ അനുഭവിച്ച ഒരാളുകളാണ്. ഇവിടുത്തെ MP ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വയനാട്ടിൽ പ്രളയം. MP ഒറ്റ രൂപ സംഭാവന ചെയ്യാത്ത MP ആണ് കേരളത്തിനകത്ത് രാഹുൽ ഗാന്ധിയും പെങ്ങളും. നിങ്ങൾക്ക് എന്ത് സംഭാവനയാണ് ഈ പ്രളയത്തിനകത്ത് നിങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നന്നായി. എനിക്ക് തോന്നുന്നത്
കോവിഡ് കാലത്ത് പ്രിയപ്പെട്ട സുഹൃത്ത് ഈ നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കാരണം മറുപടി പോകണോ? ഒരു നിയോജക ഞങ്ങൾക്കും പറയാം. ഒരു നിയോജക കാര്യങ്ങൾ മറുപടി പറയാനുണ്ട്. ഒരു പ്രളയവും കോവിഡും സമയത്ത് പ്രളയത്തിന്റെയും പ്രളയത്തിന് സഹായമായി എംപിമാരുടെ പണം കൊടുക്കണമെന്ന് കോൺഗ്രസ് ആഹ്വാനം ചെയ്തത് പോലും കൊടുത്തില്ല എന്നാ പറഞ്ഞത്. അതാണ് പറഞ്ഞത്. അതാ ചോദ്യം. അതാ ചോദ്യം. അല്ല, നിരവധി ആളുകൾക്ക് ചോദ്യങ്ങളുണ്ട്. ഒരു നിമിഷം, ഒറ്റ നിമിഷം സുഹൃത്തുക്കൾ ധാർപ്പായ കെട്ടിയിരിക്കുന്നത്. കവളപ്പാറയിൽ നിങ്ങളുടെ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ഇന്നും ധാർപ്പായ കെട്ടിയിട്ടാണ് സുഹൃത്തെ ജീവിക്കുന്നത്. ആദിവാസികളെ വെടിവെച്ച് കൊന്നവരായി വർത്താനം പറയുന്നത്. ആദിവാസി ജനവിഭാഗത്തെ വെടിവെച്ച് കൊന്നവരാണ് സുധാകരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അന്ന് വെടിവെച്ച് കൊന്നവരായി വർത്താനം പറയുന്നത്. വെടിവെച്ച് കൊന്നു എന്ന് പറയുന്ന ഈ ആദിവാസി ജനവിഭാഗത്തെ പോലീസിനെ സുധാകരന്റെ ഗുണ്ടകളെ ഇറക്കി വെടിവെച്ച് കൊന്നവരാ. ഇനി സംശയമുണ്ടെങ്കിൽ നരിവേട്ട സിനിമയുണ്ട്. നരിവേട്ട സിനിമ 3 പേർക്ക് സമയം തരാം. ഗീതാനന്ദന്റെ ചർച്ച നടക്കുന്നുണ്ട് ഇപ്പോ. ക്യൂല മറ്റോ വന്ന ഇതൊക്കെ ഒന്ന് കേൾക്കണം. അതിൽ പറയുന്നുണ്ട് എന്താണ് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഓരോ 3 പേർക്കും 3 പേരോടും നിരവധി ചോദ്യങ്ങളുണ്ട്. ഓരോരുത്തർക്കായി സമയം കൊടുക്കാം. ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഒരുമിച്ച് തീർത്താൽ അതിനെല്ലാവർക്കും ഒരുമിച്ച് മറുപടിയും പറയും. അടുത്ത ചോദ്യം ഇനി ചോദിക്കാനുള്ളവരുടെ അടുത്തേക്ക് കൂടി മൈക്ക് തരാം. അതിനുശേഷം 3 പേർക്ക് സമയം. വസീഫിനോടാണ് ചോദ്യം മാത്രമായിട്ട് ചുരുക്കി. ഇവിടെ പറഞ്ഞു വർഗീയവാദികളുടെ അതായത് SDPIന്റെയും വെൽഫെയർ പാർട്ടിന്റെയും വോട്ട് വേണ്ടാന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. RSSന്റെ വോട്ട് വേണ്ടാന്ന് പാർട്ടി സെക്രട്ടറി അതിൽ പറഞ്ഞിട്ടില്ല. ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടില്ല. ഇല്ല. ആ വീഡിയോ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നിലവിലെ മുഖ്യമന്ത്രിയും പഴയ പാർട്ടി സെക്രട്ടറിയും ചില ഘട്ടങ്ങളിൽ ഞങ്ങൾ RSSന്റെ വോട്ട് വാങ്ങിയിട്ടുണ്ട്, എന്നാൽ ചില ഘട്ടങ്ങളിൽ ഞങ്ങൾ RSSന്റെ വോട്ട് വാങ്ങിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പച്ചയായിട്ട് പറയുന്നുണ്ട്, പച്ചക്ക് പറയുന്നതാണ്. അത് ഏഷ്യാനെറ്റിന്റെ ഒരു അഭിമുഖത്തിൽ പിണറായി വിജയൻ പറയുന്നുണ്ട്. ഇനി ചോദിക്കാനുള്ള UDFന്റെ പ്രതിനിധിയോടാണ്. 1987 മുതൽ ആര്യാടൻ മുഹമ്മദ് 2016 വരെ നിലമ്പൂർ MLA ആയിട്ടും മന്ത്രിയായിട്ടൊക്കെ നിന്ന ആളാണല്ലോ. അദ്ദേഹം ഈ ജനങ്ങൾക്ക് വികസനം എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ പറയുന്നത് ഈ റോഡാണ്. അത് അടിസ്ഥാന സൗകര്യമാണ്, മനസ്സിലായില്ലേ? റോഡാണെങ്കിലും തോടാണെങ്കിലും പാലാണെങ്കിലും വികസനം കൊണ്ടുവരാനുള്ള വഴികളാണത്. എന്ത് വികസനമാണ്? പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. ഇന്ന് നിലമ്പൂരിലെ ജനങ്ങൾ ഒരു 100-200 ആളുകൾ പൊതുമേഖലാ സ്ഥാപനത്തിൽ പണിയെടുക്കുന്നുണ്ടോ? നിങ്ങൾ വികസനം എന്ന് പറയുന്നത് ഈ റോഡും തോടും ഒക്കെ അടിസ്ഥാന സൗകര്യങ്ങളാണ്. അല്ല, ഒറ്റ മിനിറ്റ്. അടിസ്ഥാന സൗകര്യം വികസനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ, കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങളെ നിങ്ങൾ ഈ സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികൾ വെറുതെ വിഡ്ഢികളാക്കണം. അടുത്തത് ചുരുക്കി ചോദ്യമായി തന്നെ ചോദിക്കണം. ചുരുക്കി, നമ്മുടെ സമയം കഴിയാറായി, അതുകൊണ്ടാണ് അവിടെ വഹിക്കുന്നില്ല. എനിക്ക് ഇവരോട് ചോദിക്കാനുള്ളത്, ഇപ്പൊ നമ്മൾ 2000 കോടി ഉറുപ്പ്യ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിവർ കാണാതെ പോകുന്നുണ്ട്. അതുപോലെ ഈ എടക്കരയിൽ തന്നെ കരുന്നറ്റി ആസ്പത്രിയിൽ 1,27 ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ട്. കൗക്കാട് നമ്മളുടെ ആസ്പത്രിയിൽ 2.5 കോടി രൂപ ഇവിടെ മുടക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള അല്ല, ഈ വികസനം കാണാതെ അൻവർ എന്ന് പറയുന്ന ഒരാള് ഇപ്പൊ ഉണ്ടാക്കിയ ഈ തെരഞ്ഞെടുപ്പിൽ അയാൾക്ക് ആകെയുള്ളൊരു കുറ്റം എന്താ വെച്ചാൽ കള്ളക്കടത്ത് നടത്തിയ കള്ളക്കടത്തുകാരെ പോലീസ് ദ്രോഹിക്കുന്നുണ്ടെന്നും ലക്ഷക്കണക്കിന് പോലീസുകാരുണ്ടായിട്ട് അതിൽ 2 പോലീസുകാർക്കെതിരെ മാത്രമാണ് അയാൾക്ക് കംപ്ലൈന്റ് ഉള്ളത്. ഒരു MLAക്ക് 2 പോലീസുകാർക്ക് മാത്രം കംപ്ലൈന്റ് ഉണ്ടായിട്ട് അതിനെ ന്യായീകരിച്ച് നടക്കുന്ന UDFനെയും മറ്റ് കക്ഷികളെയും മാധ്യമങ്ങളും അതിനകത്ത് കൂട്ടുകൂടുന്നത് ശരിയാണോ? ഒരു MLAക്ക് ആകെ പോലീസുകാരന്റെ 2 പോലീസുകാർ, ബാക്കിയൊക്കെ ക്ലിയർ ആണ്. 9 വർഷം PV അൻവർ നിങ്ങൾക്ക് ആരായിരുന്നു? മറുപടി പറയാൻ സമയം തരാം. ചോദ്യമായിട്ട് ആദ്യം ഒരു കാര്യം പറയാനുള്ളത് നിങ്ങളോടാണ്. ഞാൻ ഈ മണ്ഡലത്തിലെ BJPയുടെ ഒരു എളിയ പ്രവർത്തകനാണ്. നിങ്ങൾ വേണ്ട സമയം ഞങ്ങളുടെ പ്രതിനിധിക്ക് കൊടുക്കുന്നില്ല. എനിക്ക് പറയാനുള്ളത് വസീഫിനോടും UDFന്റെ പ്രതിനിധിയോടുമാണ്. നിങ്ങൾ 2 പേരും ഇവിടുത്തെ BJP പ്രവർത്തകരെയും സംഘപരിവാർ പ്രവർത്തകരെയും നിങ്ങളെ 2 പേരെയും കാലിൻ്റെ ചോട്ടിൽ പരസ്പരം മത്സരിച്ച് കെട്ടാൻ നോക്കണ്ട. ഞങ്ങളെ അതിന് കിട്ടില്ല. ഇനി എനിക്ക് ചോദിക്കാനുള്ളത് വസീഫിനോടാണ്. വസീഫ്, 9 വർഷക്കാലം നിങ്ങളുടെ MLA ആയി നിങ്ങൾ കൊണ്ടു നടന്ന
PV അൻവർ നിങ്ങളെ വിട്ടു പോയപ്പോൾ ആരോപിച്ച ചോദ്യങ്ങൾ ഈ മണ്ഡലത്തിലുണ്ട്. അതിന് പിന്നോടിയായി വന്ന ബൈ ഇലക്ഷനിൽ നിങ്ങൾ ഈ കഴിഞ്ഞ രണ്ട് തവണയും വോട്ട് ചെയ്ത നിങ്ങളെ പ്രവർത്തകരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ശരി, ചോദ്യം ക്ലിയർ ആണ്. ഇപ്പോൾ നിരവധി ചോദ്യങ്ങളാണ് വന്നത്. ഒറ്റ നിമിഷം നമുക്ക് ഈ പരിപാടി നല്ല നിലയിൽ അവസാനിപ്പിക്കണോ? നമ്മുടെ സമയം കഴിയാറായി. ആ ചോദ്യത്തിലേക്ക് വരാം. ഒരു നിമിഷം. നിരവധി ചോദ്യങ്ങൾ വന്നു. മൂന്ന് പേരോടും ചോദ്യങ്ങളുണ്ട്. 3 പേർക്ക് സമയം കൊടുക്കണം. ഒരു പ്രതിനിധി സംസാരിക്കുമ്പോൾ മറ്റൊരാൾ സംസാരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങേയറ്റം തുടങ്ങാം. അവിടെ സമയം കൊടുത്തില്ല എന്ന പരാതിയുണ്ട്. BDS-ന്റെ പ്രതി ശ്രീ ഗിരീഷ്, നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വന്നു. താങ്കളുടെ മുന്നണിക്കെതിരെ, താങ്കളുടെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട്, ഇവിടുത്തെ വികസനവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് പറയാനുള്ള മറുപടി ഒന്ന് ചുരുക്കി പറഞ്ഞാൽ മതി. സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് കൃത്യമായ മറുപടി ഞാൻ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി നിലമ്പൂർ മണ്ഡലത്തിൽ ഉണ്ടായിരിക്കും. 2-ാം തീയതി. അതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞ് സംസ്ഥാന ഗവൺമെൻറ് ഫണ്ട് കൊടുത്തില്ല, നമ്മുടെ കാക്ക എഴുന്നേറ്റ് പോയി അവിടെ നിന്ന് തോന്നുന്നു. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. 2004 മുതൽ 2014 വരെ നമ്മുടെ കേരളത്തിലെ CPM-ഉം കോൺഗ്രസും ഒരുമിച്ചാണ് നമ്മുടെ UP ഭരിച്ചത് കേന്ദ്രത്തിൽ. അന്ന് കേരളത്തിന് കിട്ടിയ മൊത്തം സംഖ്യ എത്രയാണെന്ന് നമുക്കറിയാം. 46,300 കോടി രൂപയാണ് 10 വർഷക്കാലം കേരളത്തിന് കേന്ദ്ര വിഹിതമായി കിട്ടിയത്. ഒന്ന് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും എഴുതി വെച്ചാൽ നല്ലതാണ്. 2014 മുതൽ 2024 വരെ BJP-യുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കേന്ദ്രത്തിൽ കൊടുത്തത് 1.58 ലക്ഷം കോടി രൂപയാണ് കേന്ദ്രവിഹിതമായി കേരളത്തിന് കൊടുത്തത്. നിങ്ങൾ കണക്കൊന്ന് പരിശോധിച്ചിട്ട് നിങ്ങൾ പറയും. ഇതാണ് രണ്ടും തമ്മിലുള്ള. നിങ്ങളെല്ലാവരും കൂടി ഇപ്പം ഈ പറഞ്ഞല്ലോ, ഇവിടെ 2 കൂട്ടരും കൂടി ഒരുമിച്ചാണ് അവിടെ ഭരിച്ചത്. പിന്നെ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ചല്ല സഖ്യം നിങ്ങൾ ഒരുമിച്ചാ. ഇവിടുന്ന് ഒരു 20 കിലോമീറ്റർ മുന്നോട്ട് പോയാൽ നാടുകാണിയിലെത്തും. അവിടെ നിങ്ങൾ 2 കോടിയും കൂടി കൂട്ടിക്കെട്ടിയിട്ടാണ് മത്സരിച്ചത്. നിങ്ങളല്ല, സംശയമില്ലല്ലോ. അപ്പം നിങ്ങളാണ് മുന്നണിയായിട്ട് മത്സരിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം പറഞ്ഞു, RSS-ഉമായിട്ട് ചർച്ച നടത്തിയ കാര്യം പറഞ്ഞു. സുഹൃത്തുക്കളെ, ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നത് RSS-ൽ അംഗത്വമുള്ള ആളുകൾ തന്നെയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അടക്കമുള്ള മന്ത്രിമാരും കേരളത്തിലെ ഗവർണർമാരും ഒക്കെ RSS. അതിനോട് ചർച്ച നടത്താതെ നിങ്ങൾക്ക് ആർക്കും ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിനോട് നിങ്ങളിങ്ങനെ അലർജി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇനി ഒരു കാലത്തും നിങ്ങൾക്ക് അതിന് കഴിയില്ല. ഇനി BJP-യുടെ തേരോട്ടം തന്നെ ആയിരിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് NDA മത്സരിക്കുന്നത്. RSS-കാരോട് ചർച്ച നടത്താതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചോദ്യമുള്ളത് ഒക്കെ ചോദിച്ചാൽ അതിനൊക്കെ അങ്ങേക്ക് സമയം കിട്ടിയില്ല. അങ്ങും ഒരു പരാതി നേരത്തെ പറഞ്ഞാണ്. ഇപ്പോൾ ഉയർന്ന എല്ലാ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഒരുമിച്ച് അങ്ങ് പറയാം. ശ്രീ വസീഫ്, ഒരു നിമിഷം. UDF-ന്റെ പ്രതിനിധിക്ക് സമയം കിട്ടിയില്ല എന്ന് അദ്ദേഹം തന്നെ ഒരു പരാതി പറഞ്ഞാണ്. അദ്ദേഹം പറയട്ടെ. അദ്ദേഹത്തിന്റെ മുന്നണിക്കെതിരെ ഉയർന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയട്ടെ. അതിനുശേഷം വസീഫിലേക്ക് വരാം. ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഈ നിലമ്പൂർ എന്ന് പറയുന്നത് കേരളം മുഴുവൻ അറിയുന്ന ഒരു പ്രദേശമാണ്. നിങ്ങൾ തൃശ്ശൂരിൽ നിന്നാണെങ്കിലും തിരുവല്ലയിൽ നിന്നാണെങ്കിലും കൊട്ടാരക്കരയിൽ നിന്നാണെങ്കിലും ഏത് പാതിരാത്രിയിലും KSRTC ബസ് സ്റ്റാൻഡിൽ പോയി നിന്നാൽ നിലമ്പൂർ എന്ന് പറയുന്ന ഒരു ബോർഡ് വെച്ച് ഇവിടേക്ക് തെക്ക് ഭാഗത്തുനിന്ന് ഒരു വാഹനം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ശ്രീ ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന ദീർഘവീക്ഷണമുള്ള ഒരു മന്ത്രിയായിരുന്നു. ഒന്ന് മുഴുമിപ്പിക്കട്ടെ. കംപ്ലീറ്റ് ആയിട്ട് സുഹൃത്തെ. അതുപോലെ 2016 ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയും ശ്രീ ആര്യാടൻ മന്ത്രിയുമായപ്പോഴാണ് നിലമ്പൂരിന്റെ മണ്ണിലേക്ക് ഒരു ഗവൺമെന്റ് കോളേജ് കൊണ്ടുവരുന്നത്. സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി കോളേജ് ഉണ്ടെങ്കിൽ കൊണ്ടുവരണ്ട എന്ന് നിർബന്ധമുള്ളപ്പോൾ പോലും ആര്യാടൻ്റെ സമ്മർദ്ദപ്രകാരമായി ഒരു ഗവൺമെന്റ് കോളേജ് ഇവിടെ കൊണ്ടുവന്നു. അത് 9 വർഷമായി സ്വന്തമായ ഒരു കെട്ടിടത്തിലേക്ക് പോലും മാറ്റാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു ITI ഈ നിലമ്പൂരിൻ്റെ മണ്ണിലുണ്ട്, ട്രഷറികളുണ്ട്. മുന്നേ സൂചിപ്പിച്ചതുപോലെ 8 ദ്വീപുകളിലായി 8 പഞ്ചായത്തായി കിടന്നിരുന്ന 3 ദിവസം ചുറ്റിക്കറങ്ങിയാൽ മാത്രം നിലമ്പൂരിൽ യാത്ര ചെയ്യാൻ കഴിഞ്ഞിരുന്ന നിലമ്പൂരിനെ ഇന്ന് 1 മണിക്കൂർ കൊണ്ട് മുഴുവൻ യാത്ര ചെയ്യാനുള്ള രൂപത്തിലാക്കിയത്. വെളിച്ചം കൊണ്ടുവന്നത്, റോഡ് കൊണ്ടുവന്നത്, പാലം കൊണ്ടുവന്നത്, ITI കൊണ്ടുവന്നത്, ഗവൺമെന്റ് കോളേജ് കൊണ്ടുവന്നത്, KSRTC ഡിപ്പോ കൊണ്ടുവന്നത്, ഇതെല്ലാം ആര്യാടൻ തന്നെയാണ്. ആര്യാടൻ എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിച്ചോ അതിനപ്പുറത്തേക്ക് ഒരു വികസനവും ഈ മണ്ണിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ്. ശരി, വസീഫിലേക്ക് വരാം. ഒറ്റ നിമിഷം. അദ്ദേഹം നേരത്തെ ചോദ്യത്തിന് വേണ്ടി മൈക്ക് വെച്ചാണ് കൊടുക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ദളിത് വിഭാഗവുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയുടെ പ്രതിയാണ്. അങ്ങേ സ്വയം പരിചയപ്പെടുത്തി ചോദ്യം ചോദിച്ചോളൂ. നമസ്കാരം. ഞാൻ ഓൾ ഇന്ത്യ ദളിത് ആക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ കേരള സംസ്ഥാന പ്രസിഡൻ്റാണ്. 2024
ഈ സംഘടന നമ്മുടെ നാട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ചർച്ചയുടെ ഇടയിൽ ആദിവാസികളിലേക്ക് നമ്മുടെ ചർച്ച എത്തിപ്പെട്ട ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ അവസരത്തിൽ പറയാനുള്ളത്, പോത്തുകല്ല് എന്ന് പറയുന്ന സ്ഥലത്ത് നിലവിൽ നമ്മളിപ്പോൾ ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ 140ഓളം കുടുംബങ്ങളാണ് പുഴയ്ക്ക് ഇക്കരെ കടക്കാൻ പറ്റാതെ അവിടെ കുടുങ്ങി കിടക്കുന്നത്. 600 പേരാണ് അവിടെ ഉള്ളത്. അവരും വോട്ടർമാരാണ്. അങ്ങനെയെങ്കിലും ഒരു പരിഗണന കൊടുക്കുക. പിന്നെ ഇപ്പോഴത്തെ ഈ ഇലക്ഷൻ, ഈ ബൈ ഇലക്ഷൻ എന്ന് പറയുന്നത് വേണോ എന്നാണ് ഓൾ ഇന്ത്യ ദളിത് ആക്ഷൻ കമ്മിറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ പീപ്പിൾ റെപ്രസെൻറ്റേഷൻ ആക്ട് 950 പ്രകാരം 151 വകുപ്പിൽ ഒരു ജനപ്രതിനിധിക്ക് 12 മാസം പ്രവർത്തനത്തിന് വേണ്ട സമയം കിട്ടിയെങ്കിൽ മാത്രമേ ഒരു ഒഴിവ് നികത്തേണ്ടതുള്ളൂ. അതൊക്കെ സാങ്കേതികമായ കാര്യങ്ങളാണ്. നമ്മുടെ ഈ സാഹചര്യത്തിൽ, നമ്മുടെ ഇപ്പോഴത്തെ ഈ പ്രളയക്കെടുതി വരാൻ പോകുന്ന സാഹചര്യത്തിൽ നമ്മുടെ സ്കൂളുകളാണ് പ്രളയ ദുരിതാശ്വാസ ക്യാമ്പുകളായി മാറാൻ പോകുന്നത്. ഉദ്യോഗസ്ഥരാണ് പ്രളയ ദുരിതാശ്വാസത്തിന് ഇറങ്ങി പുറപ്പെടാൻ പോകുന്നത്. ഈ ഉദ്യോഗസ്ഥരെല്ലാം ഈ ഇലക്ഷന്റെ പുറകെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ബാധിക്കുമോ എന്നുള്ള ഉത്കണ്ഠയാണ് ഞങ്ങൾക്കുള്ളത്. ആദിവാസി സമൂഹത്തിന്റെ കാര്യത്തിലാണ് പ്രത്യേകിച്ച് ഉത്കണ്ഠയുള്ളത്. ശരി, ശ്രീ വസീഫ്, ഇവിടുത്തെ സിറ്റിംഗ് MLA നിങ്ങളുടെ പ്രതിനിധിയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ നിങ്ങൾക്കൊപ്പം അല്ലെങ്കിലും സംസ്ഥാന സർക്കാർ, നിങ്ങളുടെ പാർട്ടി നയിക്കുന്ന സർക്കാരാണ്. ആദിവാസികളുമായി ബന്ധപ്പെട്ട അനവധി വിഷയങ്ങൾ നിലമ്പൂർ മണ്ഡലത്തിലുണ്ട്. ഇപ്പോൾ പോത്തുകല്ല് ഉൾപ്പെടെ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്. സഞ്ചാര പാത, റോഡുകളുടെ നിർമ്മാണം, പാലങ്ങളുടെ നിർമ്മാണം ഉൾപ്പെടെ നിരവധി ആവശ്യങ്ങൾ ഇനിയുമുണ്ട്. ഇതിനുൾപ്പെടെയുള്ള മറുപടി. ഇവിടെ കുറച്ചധികം കാര്യങ്ങളുണ്ട്. രാഷ്ട്രീയ അങ്ങ് പക്ഷേ ഒരുപാട് നീട്ടിക്കൊണ്ടുവരുന്നത് നമ്മുടെ സമയമായി. അവർക്കൊക്കെ കൊടുത്ത സമയം എനിക്കും തന്നാൽ മതി. ഈ കേന്ദ്രം ഇവിടേക്ക് ഒരുപാട് തന്നു എന്നുള്ളതാണ്. കണക്കറിയാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഈ കേരളത്തിൽ നിന്ന് അങ്ങോട്ട് കൊടുത്തതിൻ്റെ ഒരു വിഹിതമാണ് ഇങ്ങോട്ട് തരേണ്ടത്. ആ വിഹിതം 3.9% ഉണ്ടായിരുന്നത് ഇപ്പോൾ 1.8% കുറച്ചതാണ് BJP. അത് മനസ്സിലാക്കണം. ഇവിടുന്ന് അങ്ങോട്ട് വാങ്ങിക്കൊണ്ടുവന്നിട്ട് അതിൻ്റെ വിഹിതം ഇങ്ങോട്ട് തരാൻ നിങ്ങളുടെ കാല് പിടിച്ച് അപേക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഞങ്ങളുടെ അവകാശമാണ്, അത് തന്നിരിക്കണം. അതാണ് ഒരു കാര്യം. BJP അത് അവരുടെ ഒരു ഔദാര്യമായി കാണരുത്. അതിൽ അഡീഷണലായി തരേണ്ടതാണ്. പ്രളയം ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഓരോ സംസ്ഥാനത്തിനും ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് പണം അനുവദിക്കുക. വയനാട്ടിൽ നിന്ന് ഫോട്ടോഷൂട്ട് നടത്തിപ്പോയി എന്നല്ലാതെ ₹1 അനുവദിച്ചോ? തന്നത് തന്നെ വായ്പയായിട്ട് അനുവദിച്ചത്. എന്നിട്ടാണ് BJP സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള വർത്താനം നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് അതൊന്നും പറഞ്ഞു പോലെ. പിന്നെ RSSുമായി നമുക്ക് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെ സമയം ഇപ്പോൾ തന്നെ കഴിഞ്ഞു. ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇദ്ദേഹത്തിന്റെ മറുപടിയോടുകൂടി അവസാനിപ്പിക്കാൻ വേണ്ടി സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് അങ്ങ് പെട്ടെന്ന് പൂർത്തീകരിക്കും. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ മണ്ഡലത്തിനകത്ത് ഇപ്പോൾ UDF കേരളം ഭരിച്ചിരുന്ന സമയത്ത് സ്കൂളുകളെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ നാട്ടിലെ സ്കൂളുകളെല്ലാം ലാഭവും നഷ്ടവും നോക്കിയിട്ട് അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിരുന്നു ഈ കേരളത്തിൽ. അന്ന് മന്ത്രി അബ്ദുൾ റബ്ബാണ്, അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് സ്കൂളുകൾ ലാഭവും നഷ്ടവും നോക്കി അടച്ചുപൂട്ടാൻ തീരുമാനിച്ചതാ. ആ സ്കൂളുകളാണ് ഇന്ന് ഇവിടെ 22 സ്കൂളിന് 43 കോടി രൂപയാണ് ഈ നിലമ്പൂർ മണ്ഡലത്തിൽ കൊടുത്തത്. സാധാരണക്കാരന്റെ മക്കൾക്ക് സ്കൂളിൽ പോകാനുള്ള അവസരമാണ് ഇവിടെ ഇടതുപക്ഷം ഉണ്ടാക്കിയത്. ഇവിടുത്തെ പാലങ്ങളായാലും ഇവിടുത്തെ റോഡുകളായാലും ഇതിനൊക്കെ വേണ്ടി PWD മാത്രം ചെലവഴിച്ചത് 500 കോടിയോളം രൂപയാണ് ഈ മണ്ഡലത്തിൽ മാത്രം, ഈ റോഡുകളുടെ നിർമ്മാണത്തിന് വേണ്ടി മാത്രം. പിന്നെ വ്യവസായങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇവരുടെ നേതാവ് ശശി തരൂർ തന്നെ പറഞ്ഞത് കേരളമാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ രാജ്യത്ത് തന്നെ വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ളത് പിണറായി വിജയൻ ഭരിക്കുന്ന കേരളമാണ് എന്ന് ഈ UDFന്റെ നേതാവ് ശശി തരൂർ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ എന്ത് പറയാനാ? ഈ എല്ലാം സ്വീകരിക്കണ്ട, അങ്ങനെ എല്ലാം സ്വീകരിക്കണ്ട, നിങ്ങൾക്ക് പോലും പറയേണ്ടി വന്നു. ശരി, നമുക്ക് അവസാനിപ്പിക്കാം. നമ്മുടെ സമയം അവസാനിക്കുകയാണ്. അങ്ങനെയുള്ള ഈ വികസന കാര്യങ്ങളിൽ ക്രിയാത്മകമായ നേതൃത്വമായി പോകുന്ന ഇടതുപക്ഷം ആ ഇടതുപക്ഷമാണ് സംസ്ഥാനം ഭരിക്കുന്നത്. ആ ഇടതുപക്ഷത്തിന് പിന്തുണക്കുന്ന ഒരു പ്രതിനിധി ഉണ്ടായാൽ അത് ഈ നാടിനാണ് ഗുണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യ എന്ന ആശയം ഉണ്ടായിരിക്കുന്നത്. അല്ലാതെ ഒരു കാര്യം പറഞ്ഞില്ല, RSSന്റെ ഔദാര്യത്തോട് കൂടി ഇന്ത്യയിൽ ഒരാൾക്കും ജീവിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. കൃത്യമായ ഒരു മറുപടി ഞാൻ പറഞ്ഞുതരാം. സമയം കഴിഞ്ഞു.
മറുപടി നമ്മൾ നിരവധി ചോദ്യങ്ങളാൽ സമ്പന്നമായിരുന്നു നമ്മുടെ ചിഹ്നത്തിന്റെ ഈ എപ്പിസോഡ്. ജനകീയ വിഷയങ്ങളും രാഷ്ട്രീയം ഒരുപാട് ചർച്ച ചെയ്യപ്പെടുകയാണ്. ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. എടക്കരയിൽ